ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. ഇല്ല, കോൺഗ്രസ്സാ. 35 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കാരണം വെറുതെ ജയിച്ചു പോകണമെന്ന് പറയാണ്ട് ഒരു ഗുണം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഉമ്മാ തോമസ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഇപ്പൊ വീണ്ടും നിൽക്കണ്ട്. മണ്ഡലത്തിന്റെ എന്താ ചെയ്തേക്കണേ? ഇല്ലില്ല, അഖിൽമാരാറിന് വോട്ട് കൊടുക്കാൻ എവിടെയും ജയിക്കൂല. പിന്നെ എന്നിട്ട് അഖിൽമാരാറിന് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ലെന്ന് പറയാൻ കാരണം 35 വർഷം മുമ്പ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് വന്നതാണ്. അന്ന് ഇവിടെ ജനസംഖ്യ കുറവായിരുന്നു. ആ വാട്ടർ ടാങ്കിൽ തന്നെയാണ് ഇപ്പോഴും വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും മാറ്റാനായിട്ട് ഇപ്പൊ ഈ ഭരണസമിതിയുടെ അവർ ചെയ്യേണ്ടതല്ലേ, അവർ ചെയ്തിട്ടില്ല. അഖിൽമാരാർ ജയിക്കൊന്നുമില്ല. ജയിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ LDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുള്ളൂ. ഞാൻ അത് സാധ്യതയില്ല. അഖിൽമാരാര് നിൽക്കണ കാര്യം ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോൾ അറിയണത്. അത് വന്ന പരസ്യം പത്രത്തിൽ ആണല്ലോ. ഇവിടെ ഇതാണ് ഇവിടെ അതായത് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഇപ്പത്തെ ഈ സാഹചര്യത്തിൽ LDF തന്നെ തയ്യുള്ളൂ. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിൽ ഒരു ചെറിയ കാര്യം പറയട്ടെ. ഇവിടെ നമ്മുടെ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ സർക്കാർ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു. ഇപ്പോൾ ഒരു യുദ്ധം വന്നപ്പോൾ നമുക്ക് ഗ്യാസിന് തന്നെ എത്ര ക്ഷാമമായി. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിനൊരു ഇത് ചെയ്തില്ല? അത് ചെയ്യേണ്ടതല്ലേ കേന്ദ്രം. അതിന് അതുകൊണ്ട് തന്നെ അതൊരു ഉദാഹരണമല്ലേ. ഇപ്പം ഞങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഒരു ഗ്യാസ് ഊറ്റി കിട്ടിയെന്നറിയോ. അപ്പം അതിന് ഒരു ബദൽ സംവിധാനം സർക്കാർ കാണണ്ടേ. അത് കേന്ദ്രത്തിൽ നിന്ന് കണ്ട് നമുക്ക് തരേണ്ടതല്ലേ. ഇല്ല, 10 വർഷത്തിന്റെ ഭരണത്തിൽ ഇത്തിരി നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നേട്ടങ്ങൾ ജനങ്ങളിലോട്ട് എത്തിയിട്ടില്ല. എല്ലാ ജനങ്ങളിലോട്ടും നേട്ടങ്ങൾ എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു പോരായ്മയാണ് ഈ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാ മാധ്യമങ്ങളും എല്ലാം ഈ സർക്കാരിനെ കുത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ ഈ നിരന്തരം കുത്തലാണ്. പത്രത്തിലും അതിലും ഇതിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ UDF ഭരിക്കണം എന്നാണ് ചേട്ടാ ആഗ്രഹിക്കുന്നത്? ഞാൻ LDF ഭരിക്കണമെന്ന് ആഗ്രഹിക്കണം. ഇപ്രാവശ്യം LDF തുടരണം. മൂന്നാം ഭരണം LDF കിട്ടണം. കാരണം ഇത്രയും കന്യാകുമാരി മുതൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഈ വികസന പാത എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വികസനപാത കേന്ദ്രത്തിൻ്റെയും കൂടി ഉണ്ട്. അത് കേരള സർക്കാരും കൂടി അതിനകത്ത് പങ്കാളികളാണല്ലോ. ഇത് ഞാൻ പറയട്ടെ, ഒരാൾ ഒരു സാധനം തന്നാൽ അത് വിനിയോഗിക്കാനും കൂടി ഒരു കഴിവാണ് വേണ്ടേ. നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, തിന്നാനും കൂടി ഒരു ഇത്. പിണറായി ഭരണം തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 3 കാരണം പറ. എന്ത് പിണറായിയുടെ ഭരണം? നമ്മൾക്ക് സാധാരണക്കാരന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആയാലും ഇപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ നേരത്തെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ലായിരുന്നു. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മണവും ഗുണവും ഇതുമായുണ്ട്. അതേമാതിരി വിദ്യാലയം, സർക്കാർ സ്കൂളിലൊന്നും പിള്ളേരില്ലായിരുന്നു. ഇപ്പോൾ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും അതനുസരിച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും 400 രൂപ പെൻഷൻ സമാധാനമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അത് ഇത്രയും കൂട്ടി കൊടുക്കാനായിട്ട് ആരെ ചെയ്തത്? ഇപ്പോൾ 2000 ആക്കി. 2000 രൂപ പെൻഷനാക്കിയത് ഇവരെന്താ പറഞ്ഞത്? കൈക്കൂലിയാന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ ഇവരെന്താ പറഞ്ഞത്? 3000 ആക്കി കൊടുക്കുമെന്ന്. 3000 ആക്കി ഇവർ ഭരണത്തിൽ വന്ന 3000 ആക്കുമെന്ന്. അതേമാതിരി മെഡിക്കൽ ക്ലെയിം 25 ലക്ഷം രൂപ കൊടുക്കുമെന്ന്. ഇതൊക്കെ നടക്കണ കാര്യമാണോ? ഇത് എവിടെ നിന്ന് കൊടുക്കും? 25 എങ്ങനെ കൊടുക്കാൻ? 5 ലക്ഷം രൂപ മോദി സർക്കാർ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നിർത്തി. 5 ലക്ഷം എന്നാൽ കുറച്ച് പറ, ഒരു 2 ലക്ഷം രൂപ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ചികിത്സക്ക് കൊടുക്കാം എന്ന് പറ. ഇവിടെ ഫ്രീ സംവിധാനം വല്ലതും നടക്കുമോ? ഇത് കണ്ടെത്തണ്ടേ പണം. ഇപ്പം തന്നെ ഇവിടുത്തെ ധനകാര്യ വകുപ്പ് എവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ശമ്പളം ആയാലും ഈ പെൻഷൻ ആയാലും കൊടുത്തോണ്ടിരിക്കുന്നത്. നിലവിലില്ലേ ഇപ്പൊ 5 വർഷത്തിൽ ഇപ്പത്തെ കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാണ്ട് മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന ഒരു നേതാവിന്റെ പേരെന്താ? യോഗ്യത ഇല്ലാണ്ട യോഗ്യത ഉള്ള ആള് തന്നെയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ അല്ല, മൊത്തത്തിൽ മന്ത്രിസഭ ഈ രണ്ടാം ഭരണ മന്ത്രിസഭയിൽ ഏറ്റവും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്തൊരു മന്ത്രി അറിയാൻ ആരായിരിക്കും? കോൺഗ്രസിലാണോ? അല്ല, മൊത്തത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മന്ത്രി ആയാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിലവിൽ ഇപ്പൊ വീണ ജോർജിനെ കുറിച്ച് പലരും പറയുന്നുണ്ട്, ശിവൻകുട്ടിനെ കുറിച്ച് വിമർശനങ്ങളുണ്ട്. അപ്പൊ LDF ഭരണം കിട്ടിക്കഴിഞ്ഞാൽ വീണ ജോർജോ ശിവൻകുട്ടിയോ ഒന്നും ആയിരിക്കില്ല. മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ തന്നെ. മന്ത്രിസ്ഥാനത്ത്, അതായത് ഇപ്പോ മന്ത്രിസ്ഥാനം നിലവിൽ മന്ത്രിസ്ഥാനത്ത് ഇരിക്കണ യോഗ്യത ഇല്ലാത്തൊരു മന്ത്രിയാണ് ആരായിരിക്കും? യോഗ്യത ഇല്ലാത്ത മന്ത്രിയാണ്
യോഗ്യതയില്ലാത്ത മന്ത്രി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ചെയ്ത മേഖലകളെല്ലാം അവർ നന്നാക്കി ചെയ്തിട്ടുണ്ട്. വീണ ജോർജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ശൈല ടീച്ചറിന് അത്രയും പറ്റിയില്ലെങ്കിലും ആകുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ഇപ്പം അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവർ നിർത്തിയേക്കണത്, അല്ലെങ്കിൽ പിന്നെ നിർത്തൂലല്ലോ. ഓക്കെ, അപ്പോൾ ശൈല ടീച്ചറിനെക്കാട്ടി നല്ല മുഖ്യമന്ത്രിയാണോ വീണ ജോർജ്? വീണ ജോർജിനേക്കാളും നല്ല മുഖ്യമന്ത്രി ശൈല ടീച്ചറായിരുന്നു. അത് ഞാൻ അംഗീകരിക്കും. ഒരു LDF ഒരു അനുഭാവി നിലയ്ക്ക് അംഗീകരിക്കുന്നു. വീണ ജോർജ് മോശമാണെന്ന് പറഞ്ഞില്ല, മോശം അതാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ തെറ്റുണ്ടോ. മോശം വീണ ജോർജ് മോശമെന്നല്ല പറഞ്ഞത്. അതായത് ഇപ്പം നമ്മൾ രണ്ടു കൂട്ടർക്കിടെ കഴിവിനനുസരിച്ച് ശൈല ടീച്ചറാണ് ഇച്ചിരി മികച്ചതെന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലാണ്ട് അത് മോശമെന്നല്ല. ഇപ്പം ആരോഗ്യരംഗത്ത് അവരല്ലേ ഏറ്റവും ഇതിൽ നന്നാക്കി നല്ല രീതിയിൽ എന്താണ് ശൈല ടീച്ചർ ഒരു മന്ത്രിസ്ഥാനത്ത് അല്ല. അതായത് യുവത്വങ്ങൾക്കും അവസരങ്ങൾ വേണം, അല്ലാണ്ട് നിന്നോർക്കും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇതിൽ പണിയെടുക്കുന്നു, നമുക്കും ഒരു ഉയർച്ചയും കാര്യങ്ങളും വേണമല്ലോ. അപ്പോൾ താഴേന്ന് വരുന്നവർക്കും കിട്ടണം. അല്ലാണ്ട് 5 കൊല്ലം വെച്ച് ഇങ്ങനെ അവർ എന്നെ പറ്റിയിട്ട് കാര്യമില്ലല്ലോ. അതായത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് തലപ്പത്ത് എപ്പോഴും ഒരു മുന്തിയ ആൾ തന്നെ വേണം. എന്തിനും നേതൃത്വത്തിന് ഒരു മുന്തിയ ആൾ വേണം. അത് അത്യാവശ്യവും. കാരണം ഈ 5 വർഷം കൂടി ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും എല്ലാത്തിനും ഒരു വഴികാട്ടിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.